സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. ഞാൻ പറയുന്നത് നമ്മളുടെ അന്തർഭാഗത്തിലെ സത്യം അതാണ് ദൈവം ഇച്ഛിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പല സ്ഥലങ്ങളിലും സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യമുണ്ട്, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഉള്ളത്തെ. അപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശോധന ചെയ്താൽ പോലും എനിക്ക് മനസ്സിലാകത്തില്ല. കാര്യം ഞാൻ ശോധന ചെയ്യുമ്പോഴും എനിക്ക് എത്രയും വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ, എൻ്റെ ഹൃദയം വരെയൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അതിനും അപ്പുറത്ത് എൻ്റെ ബീയിങ്ങിൽ തന്നെ ചില ഹിഡൻ അജൻഡാസ് ഉണ്ടാകും. അതൊക്കെ അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മെ ശോധന ചെയ്യാൻ നമ്മൾ ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെ ദൈവത്തിന് വിട്ടുകൊടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. കാര്യം വിട്ടുകൊടുക്കുകയാണെങ്കിൽ ദൈവം പറയും, കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രോബ്ലം കിടപ്പുണ്ടെന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കും. അവിടെ നിന്ന് തൊട്ട് പ്യൂരിറ്റി സൂക്ഷിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവിടെ ഹൃദയശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളിലുള്ള ശുദ്ധി മാത്രമല്ല, ആഴത്തിലുള്ള ശുദ്ധി. ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്ന അതാണ്. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. ആഴത്തിലുള്ള ഒരു വിശുദ്ധി നമുക്ക് വേണം, ഏറ്റവും ആഴത്തിലുള്ള വിശുദ്ധി. നമ്മുടെ ബീയിങ്ങിൽ പോലും ഒരു കള്ളത്തരമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ അതാണ് ദൈവം അതുകൊണ്ടാണ് നമ്മൾ ശോധന ചെയ്യാനായിട്ട് ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവമാണ്, അതായത് നമ്മുടെ അവൻ എന്താണ്, ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. ഹൃദയങ്ങളെ മാത്രമല്ല, അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ്. നമുക്കെല്ലാം ഉണ്ടാകാവുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും, അതായത് ഒരു കപടഭക്തൻ മറ്റുള്ളവരെ കളിപ്പിക്കാൻ നോക്കുകയാണ്, പക്ഷേ ഈ വ്യക്തിയുടെ പ്രശ്നം അവനെ തന്നെ കളിപ്പിക്കുകയാണ്. സെൽഫ് ഡിസെപ്ഷനാണിത്. അതുണ്ടാകരുത്. നമ്മളൊക്കെ മനസ്സിലാക്കണം, ദൈവമാണ് നമ്മുടെ വിശുദ്ധി അളക്കേണ്ടതും ദൈവമാണ്. നമ്മളല്ല നമ്മുടെ വിശുദ്ധി അളക്കേണ്ടത്. ആരാ അളക്കേണ്ടത്? ദൈവമാണ്. ദൈവത്തിന് മാത്രമേ നമ്മളോട് പറയാൻ പറ്റുള്ളൂ, ഇവൻ ആത്മാവിൽ കപടമില്ലാത്തവൻ. ആ വാക്ക് ഓൾഡ് ടെസ്റ്റമെന്റിലും ന്യൂ ടെസ്റ്റമെന്റിലും എല്ലാം ഉള്ള ചില വാക്കുകളൊക്കെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ചിന്തകളിലല്ല, ഹൃദയത്തിൽ പോലുമല്ല, എന്താണ്, ആത്മാവിൽ കപടമില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ ഇന്നർ ബീയിങ്ങിൽ കാപട്യമില്ലാത്തവൻ. നഥനയേലിനെ നോക്കി കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. അത് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. മറ്റുള്ളവർ സർട്ടിഫൈ ചെയ്യുന്ന, ഇപ്പം ഞാൻ ശരിക്കും അഭിനയിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ശരിക്കും അഭിനയിക്കുകയാണെങ്കിൽ എന്നിൽ കാപട്യം ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരെ കൊണ്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പറ്റും, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെങ്കിൽ. ഇനി അഭിനയമല്ലെന്ന് വെച്ചു, അല്ലെങ്കിൽ ഒടുവിൽ എനിക്ക് തന്നെ അങ്ങ് ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കും. ഞാനങ്ങനെ വലിയ കുഴപ്പമൊന്നുമുള്ള ആളൊന്നുമല്ല. പക്ഷേ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടത് ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. ദൈവം പറയണം, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ആ ഒരു വാക്ക് കേൾക്കുന്നിടത്തോളം വലിയ ഭാഗ്യം എന്താ? ഇയ്യോബിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ എന്താണ്, അവനെപ്പോലെ നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും വേറെ ആരുമില്ലല്ലോ. അത് ആരുടെ സർട്ടിഫിക്കറ്റാണ്? ആരുടെ സർട്ടിഫിക്കറ്റ്? ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. ദൈവമാണ് സർട്ടിഫൈ ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ദൈവത്തിൽ നിന്ന് വേണം നമുക്കിത് ലഭിക്കാനായിട്ട്, ദൈവത്തിൽ നിന്നും. അപ്പോഴാണ് വാസ്തവത്തിൽ അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവന് ദൈവം ഒരു യാഥാർത്ഥ്യമാണ്. അവന് ദൈവം യാഥാർത്ഥ്യമാണ്. അവൻ്റെ ഓരോ നിമിഷങ്ങളിലും അവനെ നയിക്കാനും നടത്താനും അവനെ സംസാരിക്കാനും ഒക്കെ ദൈവം അവൻ്റെ കൂടെ ഉണ്ട്. ഇതുപോലുള്ളൊരു സ്റ്റേജ് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വ്യക്തിപരമായി ദൈവത്തെ കാണുന്നവരായിരിക്കണം നമ്മൾ. അതേപോലെ സഭയിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹോദരങ്ങൾക്ക് ഇതേപോലെയുള്ള ട്രാൻസ്പെറൻസി നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഫോഷ്ക്ക് വിട്ടുകളഞ്ഞിട്ട്, ഫോൾസ്ഹുഡ് വിട്ടുകളഞ്ഞിട്ട് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമ്മുടെ ഹാർട്ട് അത് മറ്റുള്ളവർ അറിയട്ടെ, മറ്റുള്ളവർ പറയട്ടെ, മറ്റുള്ളവർ അത് മനസ്സിലാക്കട്ടെ. അങ്ങനെ സ്നേഹിക്കാനും അങ്ങനെ കരുതാനും. അതാണ് ആകയാൽ ഫോഷ്ക്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കും, നാം തമ്മിൽ അവയവങ്ങളല്ലോ. ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാനും ദൈവവും തമ്മിൽ അത് തീർത്തോളാം എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ തീർക്കത്തില്ല, അത് തീർക്കാൻ പറ്റിയില്ല. ഞാൻ തലയും
കർത്താവ് തലയും നമ്മൾ ഓരോരുത്തരും അവയവങ്ങളുമാണെങ്കിൽ ഓരോ അവയവത്തിനും മറ്റൊരു അവയവത്തോട് ഉത്തരവാദിത്വമുണ്ട്, ഇടപെടലുണ്ട്, അത് അന്യോന്യമുള്ള കോർഡിനേഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ മറക്കേണ്ട കാര്യമില്ല. അടുത്തത് നമ്മൾ കണ്ട കാര്യമാണ്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ സൂര്യൻ അസ്തമിക്കുള്ളൂ നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കോപിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞ കാര്യം എന്താണ്? കോപിക്കാൻ കുഴപ്പമില്ലെന്നല്ല അവിടുത്തെ അർത്ഥം. എന്താണ്? കോപിക്കുന്നത് പാപത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ് പലപ്പോഴും, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോപം എന്ന് പറയുന്നത് പാപത്തിലേക്കുള്ള വാതിലാണ്. അതുകൊണ്ട് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ ഒരു വലിയ പ്രശ്നം ഇന്നിപ്പോൾ ഒന്നും സീരിയസ് ആയിട്ട് വരുന്നില്ല, ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിനൊക്കെ നമ്മളങ്ങ് ലൈറ്റായിട്ട് എടുക്കുകയാണ്. അതിന് ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല. ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് പാഴാണ്. എന്തിനാ ഇങ്ങനെ ഇവിടെ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോകാനല്ലല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നേരുള്ളവരും നിഷ്കളങ്കരൊക്കെ ആകണ്ടേ? അങ്ങനെ ആകണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട്. നമ്മളുള്ള കോപത്തിൻ്റെ എല്ലാ അണുക്കളെയും നമ്മൾ എറിഞ്ഞു കളയേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അതായത് കോപിക്കരുത്. ഇനി കോപം ഏതെങ്കിലും കാരണവശാൽ നമ്മളുണ്ടായാൽ, ക്രോധം ഒരിക്കലും പറ്റില്ല. ഞാൻ പറഞ്ഞ രണ്ട് കാര്യം പറഞ്ഞു, ഇറ്റ് ഈസ് ആങ്കർ ആൻഡ് റാത്ത്. ക്രോധം നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ക്രോധത്തിനകത്ത് മനഃപൂർവ്വമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവരെ പനിഷ് ചെയ്യാൻ അതിനുള്ള അതും കൂടെ ഇതിനകത്ത് ഉള്ളടങ്ങിയിട്ടുണ്ട്, ക്രോധത്തിൽ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ ആങ്കർ എന്ന് പറയുന്നത് ഒരു പക്ഷെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷേ അതും അപകടമാണെന്നാണ് പറയുന്നത്. അത് ചെറിഷ് ചെയ്താൽ, എനിക്കൊരു വ്യക്തിയോട് നീരസം തോന്നി അത് ചെറിഷ് ചെയ്താൽ ഞാനത് പാപത്തിലേക്കുള്ള വാതിലാക്കുകയാണ്. അത് നടക്കും. നമ്മുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്ന കാര്യം അതാണ്. കയ്യിനോട് കർത്താവ് കൃത്യമായിട്ട് പറയുന്നതിൻ്റെ കാരണം അതാണ്. നീ കോപിക്കുന്നത് എന്ത്? നീ മടങ്ങി വരാനാണ് പറയുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മടങ്ങി വന്നാൽ എനിക്ക് നിന്നിൽ പ്രസാദം ഉണ്ടാകും, ഇല്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് സംഭവിച്ചു. അവൻ കോപത്തിൽ കണ്ടിന്യൂ ചെയ്തു. കോപം കൊണ്ട് കാര്യം തീർന്നില്ല. കോപം കൊണ്ടല്ല, കൊലപാതകം കൊണ്ടാണ് കാര്യം തീരുന്നത്. നമ്മളൊരു പക്ഷേ ആളെ കൊന്നില്ലെങ്കിലും കോപിച്ചാലുണ്ടാകുന്ന പ്രശ്നം എന്നറിയാമോ? നമ്മുടെ മനസ്സിൽ നിന്ന് ആൾ പോകും. അത് കൊലപാതകമാണ്. എൻ്റെ സഹോദരൻ എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ ഞാൻ കൊലപാതകിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എൻ്റെ സഹോദരൻ എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെങ്കിൽ ഞാൻ സഹോദരനെ കൊന്നു കഴിഞ്ഞു. പലരും മനസ്സിൽ സഹോദരനെ കൊന്നവരാണ്, കൊലപാതകികളാണ്. കഴുത്തറത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മനസ്സിൽ നിന്ന് സഹോദരനെ വിട്ടുകളഞ്ഞു. അതെന്തുകൊണ്ട് സംഭവിച്ചു? ബിക്കോസ് നമ്മൾ ആങ്കർ ചെറിഷ് ചെയ്തതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, പിശാചിന് ഇടം കൊടുക്കരുത്. കാര്യം ഇതൊക്കെ മോസ്റ്റ് ഓഫ് ദീസ് തിങ്സ്, ഇതിൻ്റെ എല്ലാം പിന്നിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം പിന്നിൽ പിശാചിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഇതൊരു സ്പിരിച്വൽ റിയാലിറ്റിയാണ്. ഞാൻ വാസ്തവം പറഞ്ഞാൽ ആദ്യം ഉദ്ദേശിച്ചത് നമുക്ക് സമയം, ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ആദ്യ ദിവസം ഞാൻ പറഞ്ഞു സമയം കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതിനെ ആത്മീകമായി കാണുകയാണ്. ഒരു ആത്മീയ പോരാട്ടം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അത് പിശാചിൻ്റെ ഒരു തന്ത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിനൊരു ആണി അടിക്കാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. അങ്ങനത്തെ പാർട്ടിയാണ് പിശാച്. അതുകൊണ്ട് ഡു നോട്ട് ഗിവ് ഡബിൾ ഹിസ് ഓപ്പർച്യൂണിറ്റി. അവൻ്റെ അവസരം പിശാചിന് കൊടുക്കരുത്. ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്, അതേപോലെ കോപിക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്, കള്ളനിനി കക്കാതെ മറ്റുള്ളവരെ ഉപയോഗിക്കരുത്, അധ്വാനിക്കാതെ ജീവിക്കുന്നത് ഒരിക്കലും വേദപുസ്തകം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല. God wants us to be hard working people. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതിനകത്ത് തന്നെ ഒരു സുഖമുണ്ട്. അല്ലാതെ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്കല്ല. കാര്യം അധ്വാനം തന്നെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയായതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സുഖമുണ്ട്. when you work hard, അത് ഈ ശരിക്കും നമ്മൾ ലേസി ആയി കഴിഞ്ഞാൽ, ലേസി ആയിട്ടുള്ള ഒരു ആൾക്ക് അവന് സ്വസ്ഥതയില്ല. എത്ര പേരുണ്ട് ലേസി ആയിട്ടുള്ള ആളുകൾ സ്വസ്ഥത അനുഭവിക്കുന്നവർ? ഇല്ല. ശരിക്കും സ്വസ്ഥത അനുഭവിക്കുന്ന ആളുകൾ അധ്വാനിക്കുന്ന ആളുകൾ തന്നെയാണ്. അവനോട് തന്നെ ഒരു
ഹാർമോണിയസ് ആയിട്ട് അവനിൽ തന്നെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് വി നീഡ് ടു സീ ദാറ്റ് വി ആർ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ. ഗാഡ് അപ്രീഷിയേറ്റ് ഇറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ വർക്ക് ചെയ്യുന്നത് ചിലർ കൈകൊണ്ട് വർക്ക് ചെയ്യും, ചിലർ തല കൊണ്ട് വർക്ക് ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം നമ്മൾ. അല്ലാതെ പണിയെടുക്കാതെ ജീവിക്കാനല്ല. മറ്റുള്ളവരെ പരാന്നജീവികളാകരുത്, ഇത്തിൽക്കണ്ണികൾ പോലെ ആകരുത്. അങ്ങനെ മറ്റുള്ളവരെ കൊണ്ട് ജീവിക്കുന്നത് മോഷണത്തിന് തുല്യമാണ്. വി ആർ സ്റ്റീലിംഗ് പീപ്പിൾ. സ്റ്റീലിംഗ് പീപ്പിൾ. അങ്ങനെ ഒരു ആൾ ഉണ്ടെങ്കിൽ അവരോടുള്ള കർത്താവിൻ്റെ കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടത്. അധ്വാനത്തിന് വേണ്ടിയുള്ള വലിയ അധ്വാനിക്കാനുള്ള ഒരു മനസ്സ്, അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് അത്യാവശ്യമുണ്ട്. അധ്വാനിക്കാത്തവന് തിന്നാൻ അവകാശവുമില്ലെന്നാണ് തെസ്സലോനിക്കയിലെ 2 തെസ്സലോനിക്കർ 3:8-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പോൾ പറയുന്നത്, ഞാൻ അധ്വാനിച്ചു. അധ്വാനിക്കാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമില്ല? ഭക്ഷിക്കുവാനുള്ള അവകാശമില്ല എന്ന് കൃത്യമായിട്ട് പൗലോസ് പറയുകയാണ്. ഐ നീഡ് ടു സീ ദാറ്റ് ഐ എം വർക്കിംഗ് ഹാർഡ്. ഈ അധ്വാനത്തിൻ്റെ ഒരു ഗുണമുണ്ട്. വെൻ വി ആർ വർക്കിംഗ് വി ആർ സെർവിങ് സംബഡി. അതാണ് നമ്മളുടെ ഈ ഏറ്റവും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരാളെ സെർവ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധ്വാനത്തിൽ തന്നെ ഒരു സുഖമുണ്ടെന്നുള്ളത്. വെൻ വി ആർ സെർവിങ് സംബഡി certainly that gives us a kind of joy. സേവിക്കുന്നതിൽ തീർച്ചയായിട്ടും എന്തുണ്ട്? സന്തോഷമുണ്ട്. സേവനം കൈക്കൊള്ളുന്നതിലല്ല പലപ്പോഴും സന്തോഷം. എന്താണ്? സേവിക്കുന്നതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്തുണ്ട്? സന്തോഷം ഉണ്ടാകും. ഈ സന്തോഷമെല്ലാം ഇതെല്ലാം ഇങ്ങനൊരു ലൈഫ് നമ്മൾ എന്തുകൊണ്ട് അനുഭവിക്കുന്നില്ല? അതുകൊണ്ടാണ് എനിക്കുള്ള സംശയം ഇതാണ്. ഇങ്ങനൊരു ലൈഫ്, അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വസ്ഥതയാണ്. ഈ സ്വസ്ഥത അനുഭവിക്കണമെങ്കിൽ അവൻ സേവിക്കുന്നവനാകണം. അല്ലാതെ വല്ലവരെയും ഉപയോഗിച്ച് ജീവിക്കുന്നവൻ ഒരിക്കലും ഈ സന്തോഷം അനുഭവിക്കാം. അവൻ ആരെയും സേവിക്കുന്നില്ലല്ലോ. അവൻ്റെ ലോകത്തിൽ അവൻ മാത്രമേ ഉള്ളൂ. അവൻ മറ്റുള്ളവരെ കൂടെ ഉപദ്രവിക്കാനേ നോക്കുന്നുള്ളൂ. പക്ഷേ അധ്വാനിക്കുന്നവൻ എന്ത് ചെയ്യാണ്? വെൻ വി വർക്ക് ഹാർഡ് certainly we are serving somebody, serving the society, serving the people. അതുകൊണ്ടാണ് അതിനകത്തെ ഏറ്റവും വലിയ ദൈവികത ഏതാണ്? വെൻ വി വർക്ക് വി സെർവ്. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ സേവിക്കുകയാണ്. മറ്റൊരാളെ സേവിക്കുക എന്നുള്ളത് ദൈവികമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ അധ്വാനിച്ചു വല്ലതും കാശ് കിട്ടണം എന്നുള്ള അർത്ഥത്തിൽ മാത്രം അധ്വാനിച്ചാലുണ്ടല്ലോ നമുക്ക് ഈ സുഖം ഒട്ട് കിട്ടത്തുമില്ല. ഈ സന്തോഷം നമുക്ക് ഒരിക്കലും കിട്ടത്തുമില്ല. അതുകൊണ്ടാണ് ഈ അധ്വാനിക്കുന്നവർ തന്നെ പലപ്പോഴും കുഴയുന്നത്. ഇപ്പം മാർത്ത ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്തു? അധ്വാനിച്ചു, നന്നായിട്ട് അധ്വാനിച്ചു. പക്ഷേ ആ അധ്വാനത്തെ അവൾ ഒരു പദവിയായിട്ട് കണക്കാക്കിയില്ല. അതുകൊണ്ടെന്താ അവിടെ പറഞ്ഞത്? അവൾ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കുഴച്ചിലുണ്ടാകുന്നത്? അതൊരു പദവിയായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ അവൾ ഒരിക്കലും കുഴഞ്ഞു പോകത്തില്ലായിരുന്നു. നമ്മളിൽ ചില ആളുകളുടെ പ്രശ്നമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അധ്വാനിക്കുകയും ചെയ്യും, ഒടുവിൽ കുഴയുകയും ചെയ്യും. അധ്വാനിക്കാനുള്ളത് അധ്വാനിക്കുകയും ചെയ്യും, ഒടുവിൽ കുഴയാനുള്ളത് കുഴയുകയും ചെയ്യും. കാര്യം നമ്മളുടെ അധ്വാനത്തിൻ്റെ ആ മാഹാത്മ്യം മനസ്സിലാക്കി അത് സേവിക്കുവാനുള്ള ഒരു അവകാശമായി കണക്കാക്കി അതിനൊരു സ്വാതന്ത്ര്യമായിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനകത്ത് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. അതിനകത്തേ ഉള്ളൂ സന്തോഷം, അതിനകത്തേ ഉള്ളൂ. ചിലപ്പോൾ ആളുകൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സാജു എനിക്കും സുവിശേഷ വേല ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പറ്റിയില്ല, പച്ചരി വാങ്ങിക്കണ്ടേ. അവൻ ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് ചിന്തിച്ചിരിക്കുന്നത്, പൊതുവേ ഉള്ള. അപ്പോൾ അതുകൊണ്ടുള്ള അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് നല്ലൊരു ശതമാനവും. ജീവിക്കണ്ടേ ഇവിടെ പറയാം, അതുകൊണ്ട് പിന്നെ നമ്മൾ അധ്വാനിക്കുന്നു. പക്ഷേ അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുന്നത് കൊണ്ടുള്ള സന്തോഷം അവർക്ക് കിട്ടത്തില്ല. അവർക്ക് ആകെ സന്തോഷം കിട്ടുന്നത് അധ്വാനിച്ച് കിട്ടുന്നത് കൊണ്ടുള്ള സന്തോഷമാണ്. പക്ഷെ അധ്വാനിക്കുന്നതിൽ തന്നെ സന്തോഷിക്കാൻ പറ്റുന്നതാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം, അധ്വാനിച്ച് അതിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ മാത്രമേ ഇന്ന് സ്വാഭാവികമായി ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുള്ളൂ? സന്തോഷിക്കുന്നുള്ളൂ. പണ്ട് കാലത്ത് കുറേ കൂടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. പണ്ടൊരു അധ്യാപകൻ അവൻ്റെ ശമ്പളത്തെക്കുറിച്ച് മാത്രമല്ല ആലോചിച്ചുകൊണ്ടിരുന്നത്. എല്ലാ കാലഘട്ടത്തിലും നല്ല മനുഷ്യനും മോശം മനുഷ്യനും ഉണ്ട്, അത് വേറെ കാര്യം. അത് പണ്ടൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ എല്ലാ അധ്യാപകരും അങ്ങനെ ആയിരുന്നു നല്ല അർത്ഥം.
ഇന്നത്തെ അധ്യാപകരെ കുറ്റം പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ അധ്യാപകരെയും കുറ്റം പറയുകയാണെന്നുമില്ല. പണ്ട് ഒരു അധ്യാപകൻ അവൻ അധ്വാനിക്കുമ്പോൾ തന്നെ അവൻ സംതൃപ്തി അനുഭവിച്ചിരുന്നു. അവൻ്റെ ശമ്പളം രണ്ടാമത്തെ കാര്യമാണ്. കാര്യം അവന് ശമ്പളത്തിനപ്പുറത്ത് ആ അധ്വാനത്തിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നു. ഒരു ഡോക്ടർ അങ്ങനെയായിരുന്നു. ഒരു ഡോക്ടർ ഒരു സേവനദാതാവായിട്ടാണ് ചിന്തിച്ചിരുന്നത്. ഇന്ന് പൊതുവെ ഞാൻ പറഞ്ഞത് എല്ലാ കാലഘട്ടത്തിലും നല്ലവരും മോശക്കാരും ഉണ്ട്. പക്ഷെ ഇന്ന് മെഡിക്കൽ ഫീൽഡ്, എഡ്യൂക്കേഷൻ ഫീൽഡ്, ഇതൊക്കെ പണ്ട് മഹനീയമായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. മെഡിക്കൽ ഫീൽഡും എഡ്യൂക്കേഷൻ ഫീൽഡും ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ലക്ഷ്യം തന്നെ അങ്ങനെ ആയിപ്പോയിരിക്കുന്നു, മെഡിക്കൽ ഫീൽഡും എഡ്യൂക്കേഷൻ ഫീൽഡും. മറ്റൊന്നിൽ ഓരോ കാലഘട്ടം കഴിയും തോറും പിശാച് ഈ ലോകത്തെ അവൻ്റെ കൈക്കൽ ആക്കി പൈശാചികമായി നമ്മുടെ ലക്ഷ്യങ്ങളെയെല്ലാം തെറ്റിച്ച് കളയുന്നതായ ഒരു കാര്യം അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടെന്താണ് ഇന്നിപ്പോൾ ഒരു ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് ശമ്പളത്തെക്കുറിച്ച് മാത്രമേ ചിന്ത വരത്തുള്ളൂ. പണ്ടങ്ങനല്ല. ഒരു ജോലി എന്ന് പറഞ്ഞാൽ ജോലിയിൽ നമ്മൾ ആനന്ദിച്ചിരുന്നു, സേവനത്തിൽ നമ്മൾ സന്തോഷിച്ചിരുന്നു, അല്ലേ? സേവനത്തിൽ സന്തോഷിച്ചിരുന്നു. അത് മുഖേന മറ്റുള്ളവരെ സേവിക്കാൻ ലഭിക്കുന്ന അവസരത്തെക്കുറിച്ച് നമ്മൾ സന്തോഷിച്ചിരുന്നു. ശരിക്കും ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എപ്പോഴും ദയ കാട്ടും സ്നേഹം, ദോഷം കാണാത്ത സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എപ്പോഴും ദയ കാട്ടും സ്നേഹം, ദോഷം കാണാത്ത സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം. എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കും സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം, കാൽവരി ക്രൂശിലെ സ്നേഹം, യേശുവിൻ സ്നേഹം, കാൽവരി ക്രൂശിലെ